fx equal to greatest integer x box x in closed interval 5 to 9. Discuss the applicability of Rolle's theorem എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ അപ്ലിക്കബിൾ ആണോ അല്ലേ എന്ന് പറയാം. ആണെന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ നേരത്തെ ചെയ്ത പോലെ ആ സി ഒന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് എന്താ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്? സിമ്പിൾ ഫംഗ്ഷൻ ആണ് fx equal to x square in closed interval 1 to. ഇതിന്റെ കണ്ടിന്യൂറ്റി പറയുമ്പോൾ നിങ്ങൾ എഴുതണത് ഞാൻ ജസ്റ്റ് പറയാം. fx is a polynomial function and therefore continuous in closed interval 1 to. closed interval 1 to മാത്രമല്ല എല്ലാ ഇന്റർവെല്ലിലും പോളിനോമിയൽ ആണ്, പിന്നെ ഒന്നും നോക്കണ്ട, കണ്ടിന്യൂസ് ആയിരിക്കും. സെക്കൻഡ് f dash x, x കോൺ ഡെറിവേറ്റീവ് 2x. 2x കാണാൻ പറ്റാത്ത ഒരു റിയൽ നമ്പറും എവിടെയും ഇല്ല, അപ്പൊ നമ്മുടെ ഇന്റർവെല്ലിലും ഇല്ല. അപ്പൊ വിച്ച് x is at a very point in open interval 1 to. therefore fx is differentiable in open interval 1 to. അപ്പൊ കണ്ടിന്യൂറ്റി ഉണ്ട്, ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. ഇനി തേർഡ് കണ്ടീഷൻ f of 1 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ is equal to 1. f of 2 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ equal to 4. 1 not equal to 4. f of 1 not equal to f of 2. ആ മൂന്നാമത്തെ കണ്ടീഷൻ ശരിയാവുന്നില്ല. therefore Rolle's theorem is not applicable. ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി. Rolle's theorem is not applicable. ഓക്കെ, അപ്പൊ ഏതെങ്കിലും കണ്ടീഷൻ പൊളിഞ്ഞു പോയാൽ തിയറം ഈസ് നോട്ട് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ മതി. അടുത്തത് നോക്ക്, fx equal to സെക്കൻഡ് വൺ നമുക്ക് പരിചയമുള്ള മോഡുലസ് ഫംഗ്ഷൻ fx equal to mod x ഇന്റർവെല്ലില് -1 to 1. അപ്പൊ ആദ്യം കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ fx mod x മോഡുലസ് ഫംഗ്ഷൻ ഈസ് എവരിവെയർ കണ്ടിന്യൂസ് ഇൻ R. അപ്പൊ ആറിന്റെ ഒരു കഷ്ണമാണ് ഇത്. അപ്പൊ ഇത് പറയുമ്പോ നിങ്ങൾ എഴുതേണ്ടത് fx is continuous in closed interval -1 to 1 since modulus function is continuous. അത് എഴുതുക. സെക്കൻഡ് ഡിഫറൻഷ്യബിലിറ്റി. f dash x ന് ഫോർമുല ഉണ്ട്. f dash x ന്റെ ഫോർമുല x divided by mod x ആണ്. ഇനി അതല്ലെങ്കിൽ fx equal to mod x നെ വേറെ വഴിക്ക് ആലോചിക്കാം. fx equal to mod x equal to -x if x less than 0, x if x greater than or equal to 0. എന്നിട്ട് f dash x ചെയ്യുകയാണെങ്കിൽ -1 if x less than 0, 1 if x greater than or equal to 0. അതിനെ പറ്റി പറയുകയാണെങ്കിൽ സീറോന്റെ ലെഫ്റ്റിലൊക്കെ ഡെറിവേറ്റീവ് -1, സീറോന്റെ റൈറ്റില് 1. അതുകൊണ്ട് സീറോയിലെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, അതുകൊണ്ട് സീറോയിലെ ഡിഫറൻഷ്യബിൾ അല്ല. ഒരു ആർഗ്യുമെന്റ് അങ്ങനെ പറയാം. ഇനി ഇതാണെങ്കിൽ f dash x equal to x by mod x ആണെങ്കിൽ ഈ x by mod x കാണാൻ പറ്റാത്ത ഒരു പോയിന്റ് ആണ് 0. അപ്പൊ സീറോയില് x by mod x കാണാൻ പറ്റൂല. അപ്പൊ സീറോയില് mod x എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഇനി ഈ ഫോർമുല ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഇതിപ്പോ NCERT-ലൊന്നും ഈ ഫോർമുല അങ്ങനെ പറയുന്നില്ല. ഇത് ഇങ്ങനെ പറയാം, fx equal to ഇതാണ് mod x ന്റെ സ്പ്ലിറ്റ് ചെയ്ത ഡെഫിനിഷൻ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, സീറോയിലെ ലെഫ്റ്റ് ഡെറിവേറ്റീവ് -1, സീറോയിലെ റൈറ്റ് ഡെറിവേറ്റീവ് +1. LF dash 0 is equal to -1, RF dash 0 is equal to 1, -1 not equal to 1. therefore fx is not differentiable at x equal to 0. 0 നമ്മുടെ ഇന്റർവെല്ലിൽ ഉണ്ട്. അതുകൊണ്ട് fx equal to mod x is not differentiable in the interval open -1, 1. അവിടെ സ്റ്റോപ്പ് ചെയ്യാം. therefore Rolle's theorem is not applicable. രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാവുന്നില്ല. പിന്നെ മൂന്നാമത്തെ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ തിയറം ഈസ് നോട്ട് അപ്ലിക്കബിൾ. മൂന്നാമത്തെ നോക്കണേന് കുഴപ്പമൊന്നുമില്ല, നോക്കിയാൽ അവിടെ കറക്റ്റ് ആയിരിക്കും. f of -1 mod -1 1, f of 1 mod 1 1, അത് ഈക്വൽ ആണ്. പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ ഓക്കെ അല്ല. mod x is not differentiable in open interval -1 1. അപ്പൊ തിയറം ഈസ് നോട്ട് അപ്ലിക്കബിൾ. therefore Rolle's theorem is not applicable. ഇനി ഇതിപ്പോ സീറോ ഉള്ളത് കൊണ്ടാണ് ഇപ്പോ നമുക്ക് പ്രശ്നമായത്. സീറോയിലാണ് ഡിഫറൻഷ്യബിൾ അല്ലാത്തത്. ഇപ്പൊ നമ്മൾ സീറോ ഇല്ലാത്തൊരു ഇന്റർവെല്ലിലേക്ക് ഇതിനെ കൊണ്ടുപോയി വിചാരിക്കാം. mod x നെ സീറോ ഇല്ലാത്തൊരു ഇന്റർവെല്ലിലേക്ക് കൊണ്ടുപോയി തന്നെ. അപ്പൊ mod x നെ നമ്മൾ fx equal to mod x
0 അല്ലാത്ത ഒരു 2 3 കൊണ്ടുപോയി വിചാരിക്കാം. 2 3 കൊണ്ടുപോയാൽ തിയറം റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? 0 കുഴപ്പമുള്ളതുകൊണ്ട് 0 ഒഴിവാക്കിയല്ലോ. 2 3 കൊണ്ടുപോയാൽ കണ്ടിന്യൂറ്റി ഉണ്ടാവും, ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവും. പക്ഷെ മൂന്നാമത്തെ കണ്ടീഷൻ ശരിയാവില്ല. മൂന്നാമത്തെ കണ്ടീഷൻ f(2) എന്ന് പറയുമ്പോൾ മോഡ് 2 ആവുക, f(3) എന്ന് പറയുമ്പോൾ മോഡ് 3 ആവുക. അത് ഈക്വൽ ആവില്ല. അപ്പോഴും തിയറം ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഓക്കെ, അപ്പൊ നോക്കിയിട്ട് എന്താണ് കണ്ടീഷൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, തേർഡ് വൺ fx = tan x ഇന്റർവെൽ 0 to π. അപ്പൊ നമുക്ക് ആദ്യം കണ്ടിന്യൂറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ tan x ന്റെ കേസിൽ tan x R മൊത്തം കണ്ടിന്യൂസ് അല്ല. tan x R നോട്ട് ഡിഫൈൻഡ് ആവുന്ന സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെയാ? tan നോട്ട് ഡിഫൈൻഡ് ആവുന്ന സ്ഥലങ്ങൾ π/2, 3π/2, 5π/2, 7π/2 എക്സെട്ര. നെഗറ്റീവ് ഭാഗത്ത് -π/2, -3π/2 എക്സെട്ര. അപ്പോ നമ്മുടെ ഇന്റർവെല്ലിൽ ക്ലോസിൽ 0 π അതിന്റെ ഉള്ളിൽ π/2 ഉണ്ട്. π/2 belongs to closed interval 0 π. അതുകൊണ്ട് tan π/2 is not defined. അറിയാലോ, tan π/2 not defined. Therefore fx equal to tan x is not continuous അഥവാ discontinuous. അങ്ങനെ പറയാം, നോട്ട് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ 0 π. അതിനുള്ളിൽ ഒരു പോയിന്റിൽ നോട്ട് ഡിഫൈൻഡ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആവില്ല. അപ്പൊ tan x π/2 നോട്ട് ഡിഫൈൻഡ് ആണ്. tan π/2 എന്ന് പറയുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. ആ ഒരു π/2 ഇതിനുള്ളിൽ ഉള്ളത് കൊണ്ട് tan x is not continuous in closed interval 0 π. Therefore Rolle's theorem is not applicable. Rolle's theorem is not applicable. Okay. Last one, നാലാമത്തത് fx equal to നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ബോക്സ് അറിയില്ലേ, ഇന്റർവെൽ 5 9. ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി എന്തായിരുന്നു? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഗ്രാഫ് കഷ്ണമായിട്ട് വരില്ല അല്ലെ, പൊട്ടി പീസ് ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നതാ. എവിടെയായിരുന്നു അത് പൊട്ടല്? അറ്റ് ഓൾ ഇന്റീജേഴ്സ്. അപ്പൊ ഇന്റീജറിൽ ഒന്നും അത് കണ്ടിന്യൂസ് ആവില്ല. നമ്മുടെ ഇന്റർവെല് നോക്ക്, ക്ലോസ്ഡ് ഇന്റർവൽ 5 9. ക്ലോസ്ഡ് ഇന്റർവൽ 5 9 ഉള്ളിൽ ഇന്റീജേഴ്സ് ഉണ്ടോ? ഏതൊക്കെയാ ഉണ്ട്? 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. 6-ലും 7-ലും 8-ലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല. അപ്പൊ ഒരു പോയിന്റിലെങ്കിലും കണ്ടിന്യൂറ്റി മിസ്സായാൽ ആ ഫംഗ്ഷൻ ആ സെറ്റിൽ കണ്ടിന്യൂസ് ആവില്ല. അപ്പൊ ഇതിന്റെ കേസിൽ കണ്ടിന്യൂറ്റി ഇല്ല. നിങ്ങൾ എഴുതേണ്ടത് fx greatest integer bracket x is not continuous at all integers. In closed interval 5 9 there are integers, 3 integers 6 7 8 belongs to closed interval 5 9. Therefore fx is discontinuous or not continuous in closed interval 5 9. Therefore Rolle's theorem is not applicable. Okay, then അതിൽ വരുന്നത് ഒരു ചെറിയ തിയറം കൂടി വരുന്നുണ്ട്, ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. അതാണ് അതിന്റെ പേര്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ജനറൽ പർട്ടിക്കുലർ കേസ് ആണ് റോൾസ് തിയറം. ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. സിംപ്ലി മീൻ വാല്യൂ തിയറം എന്നും പറയാറുണ്ട്. ഞാൻ അതിന് ഷോർട്ടായിട്ട് LMT എന്ന് പറയാം. ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം റോൾസ് തിയറം പോലുള്ള ഒരു തിയറം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ലഗ്രാഞ്ചസ് തിയറത്തിന്റെ ഒരു പെർട്ടിക്കുലർ കേസ് ആണ് റോൾസ് തിയറം. അത് ഞാൻ ഈ തിയറം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പോ വേണ്ടത് ലെറ്റ് y equal to f of x be a function defined in closed interval AB such that first one fx is continuous in closed interval AB. Two, fx is differentiable in the corresponding open interval AB. ഇത് റോൾസ് ചേർക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലേ രണ്ടെണ്ണം. ഇവിടെ ഈ രണ്ട് കണ്ടീഷൻസ് മതി, മൂന്നാമത്തെ കണ്ടീഷൻ വേണ്ട. f of a equal to f of b എന്നത് വേണ്ട. then തിയറം പറയുന്നത് then there exists at least one point C in open interval AB such that
എഫ് ഡാഷ് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. എന്താ പറയുന്നത്? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ബി മൈനസ് എഫ് എ ബൈ ബി മൈനസ്. അപ്പൊ എന്താ സ്റ്റേറ്റ്മെന്റ്? ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ട് പാലിക്കേണ്ട രണ്ട് കണ്ടീഷൻസ്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആവണം. അതിന്റെ കറസ്പോണ്ടിങ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആവണം. Then there exists at least one point C in open interval AB such that f dash C എന്ന ഡെറിവേറ്റീവ് f of b minus f of a divided by b minus a. ഇതിന്റെ ഒരു പർട്ടിക്കുലർ കേസാണ് റോൾസ് തിയറം ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാ? റോൾസ് തിയറത്തിൽ ഒരു കണ്ടീഷൻ കൂടി വേണമായിരുന്നു. ഡിഫറൻഷ്യബിൾ കഴിഞ്ഞാൽ പിന്നെ f of a equal to f of b. f of a equal to f of b ആവുമ്പോൾ ഈ ന്യൂമറേറ്റർ എന്താവും? f minus f a 0 ആവൂലേ? അതാണ് f dash equal to 0 പറഞ്ഞത്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എ കൊണ്ട് എഫ് ഓഫ് ബി ആവണ്ട, പകരം ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ് മതി. അപ്പം എഫ് ഡാഷ് സി എന്ന ഡെറിവേറ്റീവ് 0 ആവണമെന്നില്ല. എഫ് ബി മൈനസ് എഫ് എ ബൈ ബി മൈനസ് എ. ഇതിന്റെ ജോമെട്രി ഒന്ന് നോക്കാം നമുക്ക്. അപ്പോ നമുക്ക് എന്റെ ഗ്രാഫിലേക്ക് ഒന്ന് വന്നാല് ആദ്യം ഒരു പോയിന്റ് ഉള്ളതും പിന്നെ ഒന്നും കൂടുതൽ പോയിന്റ് ഉള്ളതും കാണിച്ചു തരാം. അപ്പോ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്, കറസ്പോണ്ടിങ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ എ എന്ന് ബി വരെ ഗ്രാഫ് കൈയെടുക്കാതെ പൊട്ടാതെ വരക്കാം. ഡിഫറൻഷ്യബിലിറ്റി ഉള്ളതുകൊണ്ട് തുടങ്ങി കഴിഞ്ഞ് അവസാനിക്കുന്ന വരെ അത് സ്മൂത്ത് ആയിട്ടാണ് പോവുക. അപ്പൊ ഇവിടെ എയും ഇവിടെ ബിയും വിചാരിക്ക്. ഇവിടുന്ന് തുടങ്ങിയ ഗ്രാഫ് സ്മൂത്ത് ആയിട്ട് പോയിട്ട് ഇങ്ങനെ വന്ന് നിന്നു വിചാരിക്ക്. ഇതെന്താ തിരിച്ചിട്ട് അതേ ഹൈറ്റിൽ വന്ന് നിൽക്കാത്തത്? തിരിച്ചിട്ട് അതേ ഹൈറ്റിൽ വന്ന് നിൽക്കണം നിർബന്ധമല്ല. കാരണം എഫ് ഓഫ് ഐ കൂടെ എഫ് ഓഫ് ബി ആവണമെന്നില്ല ഇവിടെ. അപ്പൊ ഇത് തുടങ്ങുമ്പോൾ ഇവിടെ എത്രയാണ് ഹൈറ്റ്? ഇതാണ് എഫ് ഓഫ് എ, ഈ ഹൈറ്റ് ആണ് എഫ് ഓഫ് ബി. അപ്പൊ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്യാപിറ്റൽ എ ആണെങ്കിൽ അത് എ കോമ എഫ് ഓഫ് എ ആണ്. ഈ എൻഡിങ് പോയിന്റ് ക്യാപിറ്റൽ ബി ആണെങ്കിൽ അത് ബി കോമ എഫ് ഓഫ് ബി ആണ്. ഓക്കെ, ഇനി ഇത് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഷാർപ്പ് എഡ്ജുകളോ പൊട്ടുകളോ ഒന്നും ഉണ്ടാവില്ല, ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇതിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നതുകൊണ്ട് ഈ എ ബി എന്ന കോഡ്, എ ബി എന്ന ഒരു കോഡ് എ ബി അഥവാ ലൈൻ എ ബി ജോയിൻ ചെയ്യും. എ ബി എന്ന കോഡ് ജോയിൻ ചെയ്തിരിക്കുന്നു. ഈ കോഡിന് പാരലൽ ആയിട്ട് മിനിമം ഒരു ടാൻജന്റ് എങ്കിലും നിങ്ങൾക്ക് ഈ കർവിൽ വരയ്ക്കാൻ പറ്റും. ഈ എ ബിക്ക് പാരലൽ ആയിട്ട് ഇവിടെ എവിടെ ഒരു ടാൻജന്റ് വരക്കാം. പാരലൽ ടു ദ കോഡ് ജോയിനിങ് എ ആൻഡ് ബി. ഞാൻ ഈ റെഡ് കളറിൽ വരക്കാൻ പോകുന്ന ഈ ലൈന് ഞാൻ ഈ വരച്ച ബ്ലൂ കൊണ്ട് വരച്ച ഈ എ ബി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടിയ ലൈനിന് പാരലൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ടാൻജന്റ് വരക്കാം ഈ പോയിന്റ്. അപ്പൊ ഈ ടാൻജന്റിന്റെ സ്ലോപ്പും ഈ കോഡ് എ ബിന്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ട് ലൈനുകൾ പാരലൽ ആകുമ്പോൾ അവരുടെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് ഇപ്പോ ഇവിടെ ടാൻജന്റ് വെച്ച പോയിന്റ് ഇത് സി ആണെങ്കിൽ ആ സിയിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എഫ് ഡാഷ് സി. അത് ഈ കോഡ് എ ബിക്ക് പാരലൽ ആയിരിക്കും. കോഡ് എ ബിന്റെ സ്ലോപ്പ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ ആ സ്ലോപ്പ് വരിക എഫ് ബി മൈനസ് എഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. അപ്പം നേരത്തെ റോൾസ് തിയറം പറഞ്ഞത് ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഇവിടെ പറയുന്നത് ടാൻജന്റ് പാരലൽ ടു ദ കോഡ് ജോയിനിങ് ദ ടു എൻഡ് പോയിന്റ്സ് ആണ്. അപ്പൊ ഇത് ഒരെണ്ണമുള്ള കേസാണ്. ഒന്ന് കൂടുതലുള്ള കേസ് എങ്ങനെ ഉണ്ടാവുക ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഗ്രാഫ് ഫിഗർ വേണേ കാണിച്ചത്. ഒന്ന് കൂടുതൽ എപ്പോൾ ഉണ്ടായി വരും. എന്താ നോക്കോ, ഇതാണ് കോഡ് എ ബി. ഇവിടെ ബി, ഇവിടെ അത് സ്മോൾ എ. ഈ എ ബിക്ക് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ടേണിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ടാൻജന്റ് വരക്കാം. കോഡിന് പാരലൽ ആയിട്ട് ഇവിടെ ടാൻജന്റ് വരക്കാം, ഇവിടെ വരക്കാം, ഇതിൽ വരക്കാം. അപ്പൊ ഒന്നിൽ കൂടുതൽ പോയിന്റുകൾ വരുന്നതിന് കുഴപ്പമില്ല. മിനിമം ഒരു പോയിന്റ് എന്തായാലും ഉണ്ടാവും. കാരണം തിയറം പറഞ്ഞ പ്രകാരം അങ്ങനെ ഗ്രാഫ് വരുള്ളൂ. അപ്പൊ ഇവിടെ ടാൻജന്റ് ഇതിന് ഈ ടാൻജന്റുകൾ 3 എണ്ണം പാരലൽ ടു ദ കോഡ് ജോയിനിങ് ഇവിടെ ഒരു ടാൻജന്റ് പാരലൽ ടു ദ കോഡ് ജോയിനിങ് എ ആൻഡ് ബി. അപ്പോ ഒരു പോയിന്റിന് പകരം ഇവിടെ ഒരു C1 ഉണ്ടാവും, C1. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, C2 ഉണ്ടാവും. ഇവിടെ ഒരു C3 ഉണ്ടാവും. അപ്പൊ എന്താണ് ലഗ്രാഞ്ച് തിയറം പറയുന്നതെന്ന് ചോദിച്ചാല് നമ്മള് ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ആ രണ്ട് എൻഡ് പോയിന്റുകൾ ഗ്രാഫിന്റെ നമ്മൾ ജോയിൻ ചെയ്ത ഒരു ലൈൻ വരക്കുമ്പോൾ
ആ ലൈനിന് പാരലൽ ആയിട്ട് മിനിമം ഒരു ടാൻജന്റ് എങ്കിലും വരക്കാം, ഒന്നിൽ കൂടുതലും ചിലപ്പം കിട്ടിയത് വരും. അപ്പൊ ഇവിടെ പ്രോബ്ലം എങ്ങനെ ചോദിക്കുക? റോൾസ് തിയറത്തിൽ ചോദിച്ച പോലെ തന്നെ വെരിഫൈ മീൻ വാല്യൂ തിയറം എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ റോൾസ് തിയറം ചെയ്ത അതേ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാവും. ലാസ്റ്റ് എത്തുമ്പോ എഫ് ഡാഷ് സീറോയിലേക്ക് കൊടുത്തോട്ട് എത്തുമ്പോ എഫ് ഡാഷ് ഈക്വൽ എഫ് ബി മൈനസ് എഫ് എ ബൈ ബി മൈനസ് എ. ഞാനൊരു എക്സാമ്പിൾ പറയാം. വെരിഫൈ ലഗ്രാഞ്ചസ് തിയറം. വെരിഫൈ Lagrange's mean value theorem for f of x equal to x square minus 4x minus 3 in closed interval 1, 4. അപ്പോ ഒന്നാമത്തെ കണ്ടീഷൻ fx is a polynomial function and therefore continuous in closed interval 1, 4. Continuity ready. രണ്ടാമത്തത് f dash x equal to derivative function എടുത്താൽ derivative is equal to 2x minus 4 which exists at every point in open interval 1, 4. Therefore fx is differentiable in open 1, 4. മതി, ആ കണ്ടീഷൻ രണ്ടെണ്ണം മതി. Therefore by LMT there exists a point C belongs to open interval 1, 4 such that f dash C is equal to f of B f of 4 minus f of A f of 1 divided by b minus a 4 minus 1. f of 4 എത്ര വരിക? ഇതിൽ കൊടുക്കുമ്പോ 16 minus 16 0 minus 3. അപ്പൊ അത് minus 3 minus f of 1 1 minus 4 അപ്പൊ minus 3 minus 3 minus 3 minus 6 divided by 4 minus 1 3 is equal to minus 3 plus 6 3 ആവും. 3 by 3 is equal to 1. അപ്പൊ എഫ് ഡാഷ് സിനെ സീറോയിലേക്കല്ല കൊടുക്കേണ്ടത്, എഫ് ഡാഷ് സി ഈക്വൽ ടു 1 ഇംപ്ലൈസ് എഫ് ഡാഷ് സി ഇതാ 2x എഫ് ഡാഷ് എക്സ് 2x മൈനസ് 4 ആ. അപ്പൊ എഫ് ഡാഷ് സി വരിക 2c മൈനസ് 4 is equal to 1. 2c is equal to 1 plus 4 is equal to 5. c is equal to 5 by 2 is equal to 2.5. 2.5 എവിടെ ഉണ്ടാവും? 2.5 will be an element in open interval 1, 4. അപ്പൊ ആ 2.5 നേരെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ അത് ആ രണ്ട് അറ്റങ്ങളുടെ കോഡിനെ പാരലൽ ആയിട്ടാണ് വരിക. ഓക്കെ, ഇതാണ് പോയിന്റ്. വേറൊന്ന് വെരിഫൈ LMT ഫോർ ദ ഫംഗ്ഷൻ fx equal to root of x square minus 4 in 2 to 4 equal 2 to 4. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് പോളിനോമിയൽ അല്ല, ഇത് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ്. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷെ സ്ക്വയർ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. വരുമോ? നമ്മൾ ഏതാണ് ഏറ്റവും ചെറിയ എക്സ് എത്രയും 2 ആ. 2 മുതൽ 4 2 കൊടുക്കുമ്പോൾ റൂട്ടിനുള്ളിൽ 0 വരും. 4 മൈനസ് 4 ബാക്കിയൊക്കെ പോസിറ്റീവാണ്. അപ്പോ ഇവിടെ നമ്മൾ പറയല് fx ഇങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. fx has a definite real value for all x belongs to closed interval 2, 4. ഇനി അതല്ലെങ്കിൽ fx is the square root function, therefore continuous പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ കണ്ടിന്യൂസ് പറയുമ്പോൾ സ്ക്വയർ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇതായിരുന്നു നല്ലത്. fx has a definite real value for all x belongs to closed interval 2, 4 and therefore continuous. രണ്ടാമത്തത് ഡെറിവേറ്റീവ് f dash x equal to റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് x square minus 4 into x square minus 4 ന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ ഈ 2 ക്യാൻസൽ ആയി. x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഈ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് തന്ന ഇന്റർവെല്ലിന്റെ കറസ്പോണ്ടിങ് ഓപ്പൺ ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും പോയിന്റിൽ പ്രശ്നമുണ്ടോ നോക്കുക, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് 2 to 4 ആ. 2 ഇത് എക്സ് ചെയ്യില്ല, 2 നോട്ടിഫൈഡ് ആയി പോകും. 2 നമുക്ക് വേണ്ട, കാരണം തന്ന ഇന്റർവെല്ലിന്റെ കറസ്പോണ്ടിങ് ഓപ്പൺ ഇന്റർവെല്ലിൽ മതി ഡിഫറൻഷ്യബിലിറ്റി. അപ്പൊ ഇവിടെ which exists at every point in open interval 2, 4 എക്സിസ്റ്റ് ചെയ്യും. 2 കാണാൻ പറ്റില്ല, പക്ഷെ 2 നമ്മൾ കാണണ്ട. 2 ഡിഫറൻഷ്യബിലിറ്റി വേണ്ട, ഡിഫറൻഷ്യബിലിറ്റി ഓപ്പണിൽ മതി എന്ന് തിയറം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 കഴിഞ്ഞാൽ പിന്നെ മേലോട്ടുള്ള ഏത് വാല്യൂ നമുക്ക് എക്സിന് കൊടുക്കാം. Therefore fx is differentiable in open 2, 4. Therefore by LMT there exists c
in open interval 2 4 C belongs to open interval 2 4 such that f dash C is equal to f of b എന്ന് പറയുമ്പോൾ f of 4 minus f of 2 divided by 4 minus 2 fb minus fa by b minus a. That is f dash C is equal to f of 4 ദാ ഇവിടെ 4 കൊടുക്കുമ്പോൾ 16 minus 4 16 minus 4 എന്ന് പറയുമ്പോൾ 12 root 12 minus f of 2 4 minus 4 0 അപ്പോൾ 0 ന്റെ root 0 divided by 4 minus 2 എന്ന് പറഞ്ഞാൽ 2. That is f dash C is equal to root 12 12 പറഞ്ഞാൽ 4 into 3 divided by 2 അത് 2 root 3 divided by 2 equal to root 3. ഇനി നോക്ക് f dash C is equal to root 3 ആണ്. f dash C is equal to root 3 implies ഇതാണ് f dash x x by root of x square minus 4 ആ. അപ്പൊ x ന് c കൊടുക്കുമ്പോൾ c divided by root of c square minus 4 equal to root 3. നമുക്ക് ഇനി c കിട്ടണം. ഇതൊന്ന് സ്ക്വയർ ചെയ്താൽ റൂട്ട് ഒക്കെ എന്താണ് കളഞ്ഞാളാ സ്ക്വയറിംഗ് c square by c square minus 4 equal to 3. ദാ ഈ c യുടെ സ്ക്വയർ c സ്ക്വയർ ഈ റൂട്ട് പോയി ഇവിടെ റൂട്ട് പോയി ക്രോസ് ചെയ്യുമ്പോൾ c square is equal to 3 into c square minus 4 c square is equal to 3c square minus 12 12 കൊണ്ട് വന്നു c square അങ്ങോട്ട് പോയാൽ 12 is equal to 3c square minus c square 12 is equal to 2c square c square is equal to 12 by 2 is equal to 6 c equal to plus or minus root 6. നമുക്ക് എവിടെ വരേണ്ടത് ഓപ്പൺ ഇന്റർവെൽ 2 4 ലാ. അപ്പൊ ഇതിൽ ഏതാ വരിക സിക്ക് കിട്ടിയ വാല്യൂ ഒന്ന് റൂട്ട് 6 ഒന്ന് മൈനസ് റൂട്ട് 6. ക്ലിയർലി സി ഈക്വൽ ടു റൂട്ട് 6 എവിടെ വരും ഓപ്പൺ ഇന്റർവെൽ 2 4 വരും. കാരണം റൂട്ട് 6ന്റെ വില എത്ര വരിക 2 പോയിന്റ് സംതിങ് ആ വരിക. റൂട്ട് 6 അതിന്റെ മതി, എന്റെ വാല്യൂ നിങ്ങൾ എഴുതണ്ട. അപ്പൊ തിയറം പറഞ്ഞ സി ഇതാണ്. ഇനി ഇതല്ലെങ്കിൽ പിന്നെ ഡിസ്കസ് ദ ആപ്ലിക്കബിലിറ്റി ഓഫ് മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞാൽ റോൾസ്റ്റർ ചെയ്ത പോലെ തന്നെ അവിടെ 2 കണ്ടീഷൻസ് ചെക്ക് ചെയ്താൽ മതി. ആ 2 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഇതേപോലെ സി കണ്ടുപിടിക്കുക. ഏതെങ്കിലും കണ്ടീഷൻ ശരിയാവുന്നില്ലെങ്കിൽ തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയാം. ഓക്കെ, അതുകൂടിയാണ് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.